Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? No, ma'am. Okay, നമുക്ക് start ചെയ്യാം, please. Prayer. Dear God, thank you for this beautiful day. Fill our hearts with eagerness and excitement to learn new things. Bless our teacher and guide us to grow in wisdom and godness. Help us to think clearly, share kindly, and respect one another. Thank you, ma'am. Thank you, friends. Sign in. പറഞ്ഞോടാ. Yes. Continue ചെയ്തോളൂ. Sign in. I wish a good day to the respected teacher and my dear friends who are leading today's class, and I hope everyone can understand what is being taught well. Thank you. Okay, Thoughts please. of today. Yeah, yes. The happiness of your life depends upon the quality of your thoughts. Thank you. ഇവിടെ ആരെന്താ പറയണേ? മോനാണ് മാം. എത്ര വയസ്സുണ്ട്? 1.5 വയസ്സായി മാം. ഓക്കെ, പ്രസിദ്ധ എന്താ പറയാമെന്നോ? മാം സൈൻ ഇൻ ആയിരുന്നു മാം. Good afternoon, ma'am. On behalf of all the students, it's my pleasure to welcome our ma'am for today's class. I wish you all a very good day. Let's have a good class also. Thank you. ഓക്കെ ഫൈൻ. നിങ്ങളുടെ ടൈം 1 എക്സാമിനേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ടെൻഷൻ മാറിയില്ലേ? ആ ഒരു പാറ്റേൺ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. മെയിൻ എക്സാം വരുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. ഓക്കെ, 2-3 പേര് ചെറിയ കൺസേൺസ് പറഞ്ഞിരുന്നു. അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ആ ടൈമിൽ തന്നെ എനിക്ക് പറ്റി. ആക്ച്വലി ഞാൻ ആ സമയത്ത് യാത്രയിലാണെങ്കിൽ പോലും എനിക്കത് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്തിൽ ദയവായിരിക്കും അലേർട്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. എന്നാലും മാനേജ് ചെയ്തു. എനിവേ നിങ്ങൾക്ക് ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മള് പാർട്ട് 3 ടീച്ചേഴ്സ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? നോ മാം. ആരും തുടങ്ങിയിട്ടില്ല. ഓക്കെ ഫൈൻ. നമ്മൾ പാർട്ട് 3, അതായത് നമ്മുടെ മോണ്ടിസോറി കോഴ്സിന്റെ കോർ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അത് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ബിഫോർ ദാറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറി ആരാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലെ? ഡോക്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. യെസ്, നമ്മുടെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ്, സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് ഡോക്ടർ മറിയ മോണ്ടിസോറി. അതറിയാലോ? ഡോക്ടർ മറിയ മോണ്ടിസോറി ഇറ്റലിയിലാണ് ജനിച്ചത് 19-ാം നൂറ്റാണ്ടിൽ. അപ്പൊ അവര് ജനിച്ച ആ ഒരു സമയത്ത്, അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമില്, അവരുടെ സ്കൂളിംഗ് ആ ഒരു ടൈമിലൊക്കെ യൂറോപ്യൻ കൺട്രി ആയിട്ട് കൂടിയും അവിടെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പക്ഷെ പണ്ട് കാലത്ത് സ്ത്രീകള് അധികം എഡ്യൂക്കേറ്റഡ് ആകണ്ട എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ നോർത്തിലൊക്കെ ആണെങ്കിലും ചില റിമോട്ട് ഏരിയയിലെ പെൺകുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാറില്ല. ഒരു പ്രായം വരുമ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചു വിടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ബർത്ത് റൈറ്റ് ആണ്. കുട്ടികളുടെ ബർത്ത് റൈറ്റ് തന്നെയാണ് എഡ്യൂക്കേഷൻ. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആൺ പെൺ വ്യത്യാസമില്ല, വർഗ വ്യത്യാസങ്ങളില്ല, കാസ്റ്റ് ക്രീഡ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർ മോണ്ടിസോറി ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടികൾക്ക് അധികം പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. പക്ഷെ മറിയയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു പഠിക്കാൻ. മറിയയുടെ അമ്മയ്ക്കും മകളെ പഠിപ്പിക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം കാരണം അച്ഛനും മറിയയെ മുന്നോട്ട് പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമ്മളൊക്കെ ഒരു സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ
നമ്മളിപ്പോ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കോഴ്സസ് അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്കൊക്കെ ചേരുമല്ലോ നമ്മുടെ കരിയർ ലക്ഷ്യമാക്കിയിട്ട്. മറിയ ജോയിൻ ചെയ്തത് ഒരു ടെക്നിക്കൽ കോഴ്സിനായിരുന്നു, അതായത് ജസ്റ്റ് ലൈക്ക് എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു ടെക്നിക്കൽ കോഴ്സിനായിരുന്നു. പക്ഷെ മറിയയ്ക്ക് അത് അത്ര ഇഷ്ടമായില്ല. അതിൽ നിന്നും സ്വിച്ച് ചെയ്ത് മെഡിക്കൽ ഫീൽഡിലേക്ക് മാറി. നമ്മൾ MBBS എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക്. അപ്പൊ മറിയയുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ മറിയ മാത്രമായിരുന്നു പെൺകുട്ടി, ബാക്കി മുഴുവനും ആൺകുട്ടികളായിരുന്നു. അപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് അനാറ്റമി. അതായത് അവരുടെ ബോഡി ഓർഗൻസിനെ കുറിച്ചും ഇന്റേണൽ എക്സ്റ്റേണൽ ബോഡി ഓർഗൻസ്, ബോഡി പാർട്സ്, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ ഡോക്ടർ മറിയ, അന്ന് ഡോക്ടർ ആയിട്ടില്ല, മറിയ ഈ അനാറ്റമി ലാബിലാണ് ഏറ്റവും അധികം ചലഞ്ചസ് ഫേസ് ചെയ്തത്. കാരണം അനാറ്റമി ലാബിൽ ഈ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കണമെങ്കിൽ ഹ്യൂമൻ ബോഡി തന്നെ അവർക്ക് വേണം, അല്ലെ? നമുക്കറിയാം അനാറ്റമി ലാബുകളിലൊക്കെ ഈ പ്രോസസ്സ് ചെയ്ത് ബോഡി വെച്ചിട്ടുണ്ടാകും. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് എഴുതിയൊക്കെ വയ്ക്കില്ലേ, മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് വിട്ടുകൊടുക്കണം എന്റെ ശരീരം പഠിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഈ പ്രോസസ്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോ അത് പലതും നേക്കഡ് ബോഡീസ് ആയിരിക്കും, കോപ്സ് കഡാവർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആൺകുട്ടികള് വാവത്തിച്ചിരിക്കും ആ ഒരു സമയത്ത്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ അങ്ങനെ മോഡേൺ ചിന്താഗതി ആയി വന്നിട്ടില്ലല്ലോ. അപ്പൊ അതന്നെ എല്ലാം ഓവർകം ചെയ്താണ് മറിയ വളരെ സക്സസ്ഫുള്ളി ഈ മെഡിക്കൽ ഫീൽഡിൽ ആ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇത് പഠിച്ച് തീരാറൊക്കെ ആയപ്പോഴേക്കും മറിയയുടെ ഇൻട്രസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റിലായിരുന്നു, കുട്ടികളുടെ വളർച്ച. അതിൽ വളരെ കീൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മറിയ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ 2 ലോകമഹായുദ്ധങ്ങളുടെ പ്രശ്നങ്ങള് മറിയ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴും വാറിന്റെ ഒരു നിഴലിലാണ്. ഇപ്പോ 7 കടലിനപ്പുറമുള്ള രാജ്യമായിരുന്നിട്ട് കൂടിയും നമ്മളെല്ലാവരും അനുഭവിക്കുന്നു അതിന്റെ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും അവിടെയുണ്ട്, പരിചയത്തിലുള്ളവരുണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകാം. അതുകൂടാതെ നമ്മൾക്ക് അറിയാത്ത പല ആളുകളും ബുദ്ധിമുട്ടുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു എംപതറ്റിക് ആയതുകൊണ്ട് നമുക്ക് ആ വിഷമമുണ്ട്. പിന്നെ പല രീതിയിലുള്ള ക്ഷാമങ്ങൾ, ഇപ്പൊ ഗ്യാസ് കിട്ടുക, കുക്കിംഗ് ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇനി പലതിനും വില കൂടും, അങ്ങനെയുള്ള പല കാര്യങ്ങളും, പല ബുദ്ധിമുട്ടുകളും പല രാജ്യങ്ങളെയും ബാധിക്കുന്നു. ഒരു യുദ്ധം അത് ഏതെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിൽ ആണെങ്കിൽ പോലും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ കൂടി അത് അഫക്റ്റ് ചെയ്യും. പക്ഷെ വേൾഡ് വാർ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല. ഒരു സൈഡില് കുറെ രാജ്യങ്ങൾ, കുറെ കൺട്രീസ് ഉണ്ട്. അതായത് മെയിൻ കൺട്രിയെ സപ്പോർട്ട് ചെയ്ത് കുറെ കൺട്രീസ്, മറ്റേ സൈഡിൽ വേറെ കുറെ കൺട്രീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതും ഈ യുദ്ധങ്ങള് ദിവസങ്ങളോളം മാസങ്ങളോളം ആയിരുന്നില്ല. വേൾഡ് വാർ വർഷങ്ങളോളമായിരുന്നു. ഒരു ദിവസം 2 ദിവസം ഒരു കലാപം, ഒരു ലഹള വരുമ്പോ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണല്ലേ. അപ്പൊ വർഷങ്ങളോളം യുദ്ധം, ബാറ്റിൽ നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സോൾജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായവരൊന്നുമല്ല, എല്ലാം ചെറുപ്പക്കാരാണ്, അല്ലേ? ഈ ഡിഫൻസിലേക്ക് ആർമിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒക്കെ എടുക്കുന്നവരെല്ലാം ചെറുപ്പക്കാരല്ലേ. 40-45 വയസ്സാകുമ്പോൾ അവർ റിട്ടയർ ആവും തോന്നുന്നു. അപ്പൊ അവരുടെ നല്ല പ്രായം അവർ സെർവ് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരു യുവതലമുറയാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. യുദ്ധത്തിൽ പലരും മരിച്ചു പോകാം, പലർക്കും അംഗവൈകല്യങ്ങൾ സംഭവിക്കാം, അങ്ങനെ പല രീതിയിലുള്ള ഡീഫോമിറ്റീസ്, കണ്ണ് കാണാതെയോ അങ്ങനെ പലതും സംഭവിക്കാം. അപ്പൊ നാട്ടിലുള്ള മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെടാം, കാമുകിക്ക് കാമുകനെ നഷ്ടപ്പെടാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടാം, അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടാം, സഹോദരനെ നഷ്ടപ്പെടാം. അങ്ങനെ യുവതലമുറ മുഴുവൻ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോ മറിയയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ മറിയയ്ക്ക് മനസ്സിലായി, യുദ്ധം ചെയ്യുന്നവരെ പോയി അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ല. അത് അപ്പൊ അതിലും നല്ലത് കൊച്ചുകുട്ടികളില് ഇന്റർവെൻഷൻ നടത്തുക. അവരില് സ്നേഹവും പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും കരുതലും, അതുപോലെ തന്നെ റെസ്പെക്റ്റും, ഒരു ദയ, എമ്പതി, പിന്നെ അതുപോലെ സഹോദര്യം, ബ്രദർഹുഡ്, ഇതെല്ലാം അവരിൽ വളർത്തണം. അവർക്ക് ചെറുപ്രായമൊക്കെ അറിയാം, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. അപ്പൊ ചെറുപ്രായത്തിലേ ഇങ്ങനെ മനസ്സ് നിറയെ ഈ സ്നേഹം ആയിട്ടും വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യില്ല, അല്ലേ? ഈ 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ തന്നെ, 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഏഷ്യനിലെ പല കൺട്രീസും
ഇങ്ങനെ ഒരു ധാരണയിൽ ഒപ്പുവെച്ചു. ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, യുദ്ധത്തിന് സപ്പോർട്ട് അല്ല. അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു, ഇനി ഒരു യുദ്ധത്തെയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മറിയ ഇങ്ങനെ കുട്ടികളിൽ ഇന്റർവെൻഷൻ നടത്താം. അങ്ങനെ മറിയ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. ഡോക്ടർ മറിയ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിലും അവരുടെ അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്തും പ്രസവിച്ച് പുറത്തേക്ക് വന്നതിന് ശേഷവും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, അതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി, റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് മറിയെ കുറെ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് ഹെൽപ്പ് ചെയ്തിരുന്നു ചൈൽഡ് ഡെവലപ്മെന്റിൽ. നമ്മൾ അവരുടെ എല്ലാം കാര്യങ്ങളും നമ്മൾ പറഞ്ഞുപോയി അല്ലെ. പിയാജെ, ഗ്രോസ്കി, എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞുപോയി. പിന്നെ ബ്രൂണർ എല്ലാം അതിൽ വരുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റ് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവില് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറിയെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മറിയ കുറെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തു, കുറെ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തു. അങ്ങനെ ഇതാദ്യം പരീക്ഷണം പരീക്ഷണമല്ല, ഈ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നത് ഏകദേശം 60-65ഓളം കുട്ടികളാണ്. അവര് എല്ലാം സ്പെഷ്യൽ കുട്ടികളായിരുന്നു. സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫോമിറ്റീസ്, ഡിസബിലിറ്റീസ് ഉണ്ടാകും. ചിലപ്പോൾ ഫിസിക്കൽ ആയിരിക്കും, ചിലപ്പോൾ മെന്റലി ഉള്ള ഡിഫോമിറ്റീസ് ആയിരിക്കും. ഈ കുട്ടികളിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിച്ചപ്പോ നല്ല റിസൾട്ട് ആയിരുന്നു. മറിയയ്ക്ക് മനസ്സിലായി, അപ്പൊ നോർമൽ കുട്ടികളിലാകുമ്പോൾ ഇതിലും നല്ല റിസൾട്ട് വരുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇറ്റലിയിലെ സാൻ ലൊറൻസോ എന്നൊരു സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം നമുക്ക് ഊഹിക്കാം. ചേരി പ്രദേശം അല്ലെ, കുട്ടികള് എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. കുട്ടികൾ മാത്രമല്ല, ആളുകളൊന്നും എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. അവർക്ക് ശരിയായ രീതിയിൽ നല്ലൊരു ഷെൽട്ടർ, ഒരു വീട് ഉണ്ടായിരിക്കില്ല. അൺഹൈജീനിക് കണ്ടീഷൻസിലായിരിക്കും അവർ ജീവിക്കുന്നത്. പാരന്റ്സ് അന്നത്തേക്കുള്ള ഇതിന് വേണ്ടിയിട്ട്, ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലികൾക്കായിട്ട് പുറത്തു പോകും. അത് രാവിലെ അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ കുട്ടികളെല്ലാം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വൃത്തിയില്ലാതെ വഴക്കുണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും. ഈ കുട്ടികളെ ഒന്ന് ഹാബിറ്റാറ്റ് ചെയ്യണം, അവരെ പുനരധിവസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ഡോക്ടർ മോണ്ടിസോറിയോട് ചോദിച്ചു. നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ലെസണിൽ അത് പറയുന്നുണ്ട്. മോണ്ടിസോറിയോട് ചോദിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് മോണ്ടിസോറി സ്കൂള് ഇറ്റലിയിലെ സാൻ ലൊറൻസോയില് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അതിന് മറിയയ്ക്ക്, ഡോക്ടർ മോണ്ടിസോറിക്ക് സ്കൂളെന്നോ ക്ലാസ് റൂമെന്നോ ഉള്ള ട്രഡീഷണൽ കൺസെപ്റ്റിനോട് താല്പര്യമില്ല. സാധാരണ രീതിയിലുള്ള കൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡൊന്നും ആയിരുന്നില്ല അവർക്ക് താല്പര്യം. അവര് കാസാഡി ബാംബിനി എന്നാണ് ആ മൻസാമേഡിയ സ്കൂൾ എന്ന് പറയാണ് സ്കൂളിന് പേരിട്ട്. കാസാഡി ബാംബിനി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ഹൗസ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. കുട്ടികളുടെ വീട് എന്നർത്ഥം വരുന്ന കാസാഡി ബാംബിനി. അവിടെ ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നില്ല, അടച്ച ക്ലാസ് റൂമുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പൺ സ്പേസ് ആയിരുന്നു. അവിടുത്തെ എൻവിയോൺമെന്റ് എന്നാണ് ഡോക്ടർ മോണ്ടിസോറി അതിനെ പറഞ്ഞത്. അത് പിന്നീട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്നായി. ആ ഒരു എൻവിയോൺമെന്റില് വളരെയധികം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. എല്ലാം കുട്ടികൾക്ക് പറ്റുന്നത്, നാച്ചുറൽ ആയിട്ടുള്ളത്, റിയൽ ആയിട്ടുള്ളത്, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വലിയ ഹോള് പോലെയാണ്, ചെറിയ ചെറിയ ഷെൽഫുകളും ഓപ്പൺ ഷെൽഫുകളായിരുന്നു. കുട്ടികൾക്ക് പോയി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെറ്റീരിയൽ എടുത്ത് അവർക്ക് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ്. പിന്നെ വരാന്ത ഉണ്ടായിരുന്നു, ഔട്ട്സൈഡിലേക്ക് വരാന്ത. മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, കാരണം സേഫ്റ്റി മാറ്റേഴ്സ്. കുട്ടിക്ക് എപ്പോഴാണോ ഔട്ട്ഡോറിലേക്ക് പോകാൻ താല്പര്യം, ഈ വരാന്തയിലൂടെ തന്നെ അതിന് ഔട്ട്ഡോറിൽ പോകാം. അവിടെ ചെടികൾ ഉണ്ടാകും, പെറ്റ്സ് ഉണ്ടാകും, വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, മണ്ണിൽ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, ചെടികൾക്ക് വെള്ളം നനയ്ക്കാം, ചെടി നടാം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആണ് ഡോക്ടർ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തത്. ഈ സാൻ ലോറൻസോയിലെ കുട്ടികൾ ആദ്യം വന്നപ്പോ ഭയങ്കര വയലന്റ് നേച്ചർ ആയിരുന്നു. അവർക്ക് കൈ കിട്ടുന്നൊക്കെ നശിപ്പിക്കുക, അങ്ങനത്തെ ഒരു ഡിസ്റ്റർബിങ് ക്യാരക്ടർ, ഡിസ്ട്രോയിങ് നേച്ചർ ഒക്കെ ആയിരുന്നു. പക്ഷെ പതുക്കെ അവർ ആ എൻവിയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ തുടങ്ങി. അവർക്ക് ഇൻട്രസ്റ്റ് ആയി ആ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അങ്ങനെ അവര് നോർമലൈസ്ഡ് കിഡ്സ് ആയി എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികളെ രണ്ടായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഡീവിയേറ്റഡ് കുട്ടികളും നോർമലൈസ്ഡ് കുട്ടികളും. ഈ ഡീവിയേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാതെ
അതിനകത്ത് ലേസി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. കാരണം ബ്രില്യന്റ് ആയിട്ടുള്ള ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണാം, ഒരു ഭയങ്കര സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും, ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാം. യെസ് യെസ് അങ്ങനെ ഈ എന്നിട്ട് നോർമലൈസ്ഡ് അവർ മറിയ ഡിസൈൻ ചെയ്ത, ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ആക്ടിവിറ്റീസിലൂടെ അവര് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോർമലൈസ്ഡിലേക്ക് പോകും. നിങ്ങൾക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ടീച്ചർ അത് ശരിക്കും പറഞ്ഞു തരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നതേ ഉള്ളൂ, കാരണം എനിക്ക് എന്റെ യൂണിറ്റ് എടുക്കണമെങ്കിൽ അത് ബ്രീഫ് ചെയ്യണം. അപ്പം നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ടോപ്പ് ആകുക, ഫസ്റ്റ് ചെയ്ത് തീർക്കുക, ഭയങ്കര ബ്രില്യന്റ്, അങ്ങനെയല്ല. തനിക്ക് കിട്ടുന്ന ആക്ടിവിറ്റി സ്വന്തം സ്പീഡിൽ നല്ല രീതിയിൽ ചെയ്യുക, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, മെറ്റീരിയലിനെ നശിപ്പിക്കാതിരിക്കുക. ആ രീതിയിലുള്ള കുട്ടികളെ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഡോക്ടർ മോണ്ടിസോറി നോർമലൈസ്ഡ് കിട്ടെന്ന് പറഞ്ഞിരുന്നത്. അയാളുടെ പെർഫെക്റ്റോ ടോപ്പ് ഇൻ ഓൾ സബ്ജക്റ്റോ ഭയങ്കര ബുദ്ധിമാനോ അങ്ങനെയൊന്നും അല്ല ഡോക്ടർ മോണ്ടിസോറി നോർമലൈസ്ഡ് എന്ന് പറഞ്ഞത്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കളെയാണ് അവര് നോർമലൈസ്ഡ് കുട്ടികൾ എന്ന് പറയുന്നത്. ആരെയും ഡിസ്റ്റർബ്, ചുറ്റുപാടും ഒന്നിനെയും നശിപ്പിക്കാതെ തനിക്ക് കിട്ടിയ ആക്ടിവിറ്റി അവന്റെ സമയത്തിലിരുന്ന് ചെയ്തു തീർക്കുന്നു. അതാണ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഞാൻ യൂണിറ്റ് 3 ആണ് എടുക്കുന്നത്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. യൂണിറ്റ് 1 and 2 അപ്പൊ മിസ് ആയിരിക്കും എടുക്കാം. എനിക്ക് തോന്നുന്നു ഒന്ന് ഇൻട്രൊഡക്ഷൻ അറിയാം, മോണ്ടിസോറിയും പിന്നെ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സബ്ജക്ട് സ്റ്റഡിങ്, ക്ലാസ് റൂം സ്റ്റഡിങ് അല്ലേ, അതിനകത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ എടുക്കാൻ പോകുന്നത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം ഏതെങ്കിലും ഇപ്പൊ മാങ്ങയുടെ സീസണായി വരുവാണ്, നല്ല മാവിൽ നിന്ന് പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല മധുരമായിരിക്കും അല്ലെ. അതേസമയം പഴുപ്പിച്ച് അങ്ങനെ പഴുപ്പിക്കുന്ന മാങ്ങയ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നാച്ചുറൽ ആയിട്ട് അത് പഴുക്കണം, അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നന്നാവുള്ളൂ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും. അവര് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ തല്ലി ഷൗട്ട് ചെയ്ത് വഴക്കുണ്ടാക്കി പണിഷ്മെന്റ് കൊടുത്ത് അല്ല കുട്ടികളെ ഡെവലപ്പ് ചെയ്യിക്കേണ്ടത്. നാച്ചുറൽ ആയിട്ട് ആണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അമേസിംഗ് ആയിരിക്കും. ഞാൻ യൂണിറ്റ് 3 ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ റെക്കോർഡ് ഡീറ്റെയിൽസ് എവിടെ വരെയായി? 4th റെക്കോർഡ് മാം തുടങ്ങിയായിരുന്നു, അത് പിന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു, ആ പോർഷൻ തീർക്കേണ്ടതുണ്ട്. 5th റെക്കോർഡ് പറഞ്ഞു മാം. ഓവറോൾ 5 പറഞ്ഞിട്ടുണ്ട്. 4th റെക്കോർഡ് കുറച്ചുകൂടെ ഒന്ന് പറയാനുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു ചാപ്റ്ററിന്റെ ഇട്ട് വെച്ചത് കാരണം ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ ആ കണക്ഷൻ ഒന്ന് പോകും. അപ്പൊ എന്നെ നോർപ്പിച്ചാൽ മതി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറയാനായിട്ട് കേട്ടോ. ഈ നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ. മാം തന്നിരുന്നല്ലോ ലിങ്ക്, അതുപോലെ എഴുതാനാണ് പറഞ്ഞത്. സെയിം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോണോ അതോ അങ്ങനെ ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 5th റെക്കോർഡിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? PDF ഷെയർ ചെയ്തത്? അതെ. ആ റെക്കോർഡിൽ എങ്ങനെയാണ്, കാരണം ആ റെക്കോർഡ് അത്രയും സ്ക്രൂട്ടിനി ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്, അത്രയും ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ആവശ്യമുള്ളത് മാത്രമേ ആ റെക്കോർഡിൽ എഴുതിയിട്ടുള്ളൂ. കാരണം നമ്മുടെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് സെയിം, അതില് ഉള്ള കാര്യങ്ങൾ കുറെ തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. സെയിം തന്നെയാണ്. അതായത് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ചാണ് ആ റെക്കോർഡിൽ ഉള്ളത്. അപ്പൊ ഞാനിപ്പോ യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ പാരലലി ആ റെക്കോർഡ് എഴുതി തീർത്തോളുക. കാരണം 14 ബാച്ച് വരെയുള്ളവരുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു. ഇനി പെരുന്നാൾ കഴിയുമ്പോഴേക്കും 15 സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ്.
പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൺ ടൈം റീഡിംഗ് ആണ്. എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചെഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് തന്നെ കുറച്ച് എലാബറേറ്റ് ചെയ്താണ് മോഡ്യൂൾ 3 കിടക്കുന്നത്. നമുക്ക് ഓൾറെഡി മോഡ്യൂൾ നമ്മുടെ ടെക്സ്റ്റിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ കൂടുതൽ എഴുതി വെക്കേണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നല്ലപോലെ ഫിൽട്ടർ ചെയ്ത് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, ആ മെറ്റീരിയൽ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം ലേണിംഗ് കിട്ടും, ഇതൊക്കെയാണ് നമ്മൾ ആ 5ാമത്തെ റെക്കോർഡിൽ വരുന്നത്. പിന്നെ അതിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോസിന്റെ PDF അയച്ചു തരും. അപ്പൊ നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം അത് പ്രിന്റ് എടുക്കുക. കാരണം നമ്മൾ എഴുതി വന്നപ്പോ നമ്മൾ റൈറ്റ് സൈഡിലാണല്ലോ എഴുതുന്നത്. ഒരു പേജില് പിങ്ക് ടവറിനെ കുറിച്ചും എഴുതി, നമ്മൾ ബ്രൗൺ സ്റ്റെയർസിനെ കുറിച്ചും എഴുതി എന്ന് വിചാരിച്ചോ. പലരുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ വലുപ്പം പലതായിരിക്കുമല്ലോ. പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ഒരു പേജിൽ തന്നെ വന്നെങ്കിൽ നമ്മള് നാച്ചുറലി ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ടവറിന്റെയും ബ്രൗൺ സ്റ്റെയറിന്റെയും പിക്ചർ ഒട്ടിക്കണമല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കി ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയേക്കണം വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് വേണം ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിക്കണം. അതുകൊണ്ട് മുഴുവൻ എഴുതിയതിനു ശേഷം മാത്രം പ്രിന്റ് എടുത്താൽ മതി, അതിന് പോയി പ്രിന്റ് എടുക്കരുത്. കാരണം ചിലപ്പോൾ നമുക്ക് ഒരു A4 സൈസ് വരുന്ന ഷീറ്റില് 3 or 4 പിക്ചേഴ്സ് ഒരുമിച്ചാക്കിയിട്ട് വേണം നമ്മൾ പ്രിന്റ് എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. ഓരോ പിക്ചറും ഓരോ പേജിലാക്കി പ്രിന്റ് എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേജസ് പ്രിന്റ് ചെയ്യണം. ഇത് 3-4 പിക്ചേഴ്സ് വലിപ്പമൊക്കെ നോക്കിയിട്ട് 3-4 പിക്ചേഴ്സ് ഒരു സൈഡ് ഒരു പേപ്പറിൽ വരുന്ന രീതിയിൽ പേസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ച് അതിനെ പ്രിന്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എക്സ്പെൻസ് ആവില്ല. ഓക്കെ, അതൊക്കെ നോക്കി എഴുതിയത് വെച്ചിട്ടൊക്കെ നോക്കി ഒരു സൈഡിൽ എത്ര പിക്ചേഴ്സ് വരും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റ് ഒന്ന് മാനേജ് ചെയ്യാട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് 3യിലേക്കാണ് പോകുന്നത്. പാർട്ട് 3യിലെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ആരും? അപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാമ്പഴം നല്ല പഴുത്ത് കിട്ടുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അതുപോലെ തന്നെ അതിനെ പറിച്ച് വെച്ച് ഞെക്കി പഴുപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ്. നമ്മുടെ മിത്ത് പുരാണങ്ങളിൽ കഥ കേട്ടിട്ടുണ്ടല്ലേ? കുന്തി ദേവിക്ക് വരപ്രസാദത്തിലൂടെ 5 മക്കളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഗാന്ധാരിക്ക് ടെൻഷനായി. ഗാന്ധാരി പ്രഗ്നന്റ് ആണ്, ടെൻഷനായി. വയറിൽ ഞെക്കി പീച്ചി പ്രസവിപ്പിക്കാൻ നോക്കി. അങ്ങനെ വന്നത് ഒരു മാംസപിണ്ഡമാണെന്ന് നമ്മൾ കേട്ടിട്ട്, ഒരു കുട്ടിയൊന്നുമല്ല, ഒരു മാംസ കഷ്ണം വന്നു. അത് നോർമൽ ആയിട്ട് പ്രസവിച്ചില്ല. ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കുന്നതിന് പകരം വയറെ പിടിച്ച് ഞെക്കി അങ്ങനെ സംഭവിച്ചാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അതിനെ പിന്നെ മുറിച്ച് ഇത്ര കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഭരണിയിൽ വെച്ചു, അത് കുട്ടികളായി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കഥ കേട്ടിട്ടുണ്ട് അല്ലെ? എന്നിട്ട് എന്തായി? ആ ഉണ്ടായ കുട്ടികൾക്കെല്ലാം ഓരോ ഡിഫോമിറ്റീസ് ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബേബീസിന്റെ കാര്യം. അവര് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ശരിക്കും? അനിമൽസ് വാക്ക് ചെയ്യും അല്ലെ ജനിച്ച ഉടൻ? അതെ. ഹ്യൂമൻ ബേബീസോ അവര് കുറേ നാളെടുക്കും അല്ലെ? അവര് വളരെ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പം നമ്മൾ 1.5 വയസ്സുള്ള മോന്റെ ശബ്ദം കേട്ടില്ലേ? ഇപ്പൊ മേ ബി ആള് കുറെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഞാൻ ചെയ്തോളാന്നുള്ള വാശിയും കാണിക്കുന്നുണ്ടാവും. തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കാണിക്കുമായിരിക്കും. ഷൂ ഒക്കെ തന്നെ ഇടാനായിട്ട് നോക്കും. നടക്കാൻ പോകുമ്പോ ആരെങ്കിലും പിടിക്കുക, വീടെന്ന് വിചാരിച്ച് നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ കൈ തട്ടി മാറ്റിയിട്ട് ഓടും. അപ്പൊ ആ ഡിപ്പെൻഡൻസി കുറഞ്ഞു വരുക, ഇൻഡിപെൻഡന്റ് ആകാനുള്ള ശ്രമം. 1 വയസ്സ് വരെ ഏകദേശം അവര് ഇങ്ങനെ ആരുടെയെങ്കിലും സഹായം വേണം. മോസ്റ്റ്ലി കെയർ ഗിവർ മദർ ആയിരിക്കും, അമ്മയുടെ ഒരു ഇതായിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും. വീഴുമ്പോൾ പോലും സ്വന്തം തലയൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല, അവിടെയും സപ്പോർട്ട് വേണം. കുറെ കഴിയുമ്പോഴാണ് തല ഉറയ്ക്കുന്നത്, സ്മൈല് കറക്റ്റ് ആവുന്നത്, നോട്ടം കറക്റ്റ് ആവുന്നത്. ടൈം എടുക്കും. അതേസമയം അനിമൽ ബേബീസോ അവര് ജനിച്ച ഉടനെ തന്നെ വേച്ച് നടക്കാനായിട്ട് തുടങ്ങും. അവര് പിന്നെ ഓടാൻ തുടങ്ങും. തന്നെത്താനെ വന്ന് പാല് സക്ക് ചെയ്ത് അവര് കുടിക്കും. ഹ്യൂമൻ ബേബീസിന് തുടക്കത്തിൽ പാല് സക്ക് ചെയ്യിക്കാൻ നമ്മൾ കുറെ കഷ്ടപ്പെടും. നമ്മൾ പിടിച്ചു വെച്ചു കൊടുക്കും. കുറേയൊക്കെ കഴിയുമ്പോഴാണ് അവര് തന്നെത്താനെ അത് ശരിക്കും നല്ല രീതിയിൽ പാല് കുടിക്കാൻ തുടങ്ങുന്നത്. ഈ ഒരു ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലെ വെക്കേഷൻ ടൈമില് അമ്മ വീട്ടിൽ പോകുമ്പോൾ അമ്മ വീട്ടില് പശു ഉണ്ടായിരുന്നു. മിക്കവാറും ആ വെക്കേഷന് പോകുന്ന സമയത്ത് പശു
പ്രസവിക്കാറായിട്ട് നിൽക്കണ്ടാവും. ഞങ്ങള് പിള്ളേരെല്ലാരും കൂടി കൂടിയിട്ട് പശു പ്രസവിക്കുന്നത് കാണാനായിട്ട് തൊഴുത്തിൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. പകലൊന്നും ഇത് പ്രസവിക്കില്ലല്ലോ, ഇത് രാത്രി ആവുമ്പോഴല്ലേ പ്രസവിക്കും. അന്നൊക്കെ 9 മണിയാകുമ്പോ നമ്മൾ കിടന്നുറങ്ങല്ലേ. അപ്പൊ ഞങ്ങള് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ കാണുന്ന കാഴ്ച, അപ്പൊ രാത്രി ഈ പശു പ്രസവിച്ചിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ കാണുന്ന കാഴ്ച ഒരു പശുക്കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കണതാ കാണുന്നത്. അത്രയും ടൈം ആ അനിമൽ ബേബി അങ്ങ് ഡെവലപ്പ് ആയി കഴിഞ്ഞു. ഓടുന്നു, ഞങ്ങളുടെ ഒപ്പം ഓടുന്നു, കളിക്കുന്നു. അങ്ങനെ ഒരു കിടാവിനെ നമ്മൾ കാണും. ഇത് തന്നെയാണ് എല്ലാ അനിമൽ ബേബീസിനും. അതേസമയം ഹ്യൂമൻ ബേബീസിന് സമയമെടുക്കും. അവർക്ക് എല്ലാത്തിനും അവർക്ക് ആകെ കരയാൻ മാത്രമേ അറിയുള്ളൂ. ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യിക്കാനും അവരെ ഉറക്കാനും എല്ലാത്തിനും ഒരാള് വേണം, കുറേ നാൾ വരേക്ക്. പക്ഷെ വൺസ് ഇവർ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കാൾ സ്ട്രോങ് ആയിട്ടും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഭൂമിയിൽ വേറെ ഇല്ല. മറ്റെല്ലാ ജീവജാലങ്ങളെയും കൺട്രോൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും, ടെക്നിക്കലാണോ എന്ത് കാര്യം, സയൻസിലാണോ, എന്തിലും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് പിന്നെ ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. അത്ര ശക്തനായ ആനയെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പിടിക്കാനോ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഈ മനുഷ്യർക്ക് ആ ഒരു കേപ്പബിലിറ്റി വരും, അങ്ങനെ ഒരു സ്പീഷീസ് ആയിട്ട് മാറും. പക്ഷേ അപ്പൊ അനിമൽ ബേബീസിന്റെ കാര്യം, അവര് ജനിച്ച ഉടനെ തന്നെ അവരുടെ എല്ലാ കഴിവും അപ്പൊ തന്നെ അങ്ങ് പുറത്തു വരിക. പിന്നെ അവർക്ക് ഡെവലപ്മെന്റ് ഒന്നും ഇല്ല, ഇന്റലക്ച്വലി ഉള്ള ഡെവലപ്മെന്റ് ഒന്നും ആ ജീവജാലങ്ങൾക്ക് ഉണ്ടാകില്ല. മനുഷ്യൻ പക്ഷേ ബുദ്ധി വീണ്ടും വീണ്ടും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തില് ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഡെവലപ്മെന്റ് അതിങ്ങനെ പ്രോഗ്രസീവാ. എത്ര കാലം വേണേലും നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ഡെവലപ്മെന്റ് നമുക്ക് നടക്കും. ഗ്രോത്ത് മെച്യൂരിറ്റി ആകുമ്പോഴേക്കും സീസ് ചെയ്യും, നിൽക്കും. വളർച്ച, ശാരീരികമായിട്ടുള്ള വളർച്ച. പക്ഷെ മാനസികമായിട്ടുള്ള വളർച്ച, മാനസികമായിട്ടുള്ള വികാസം, ഡെവലപ്മെന്റ്, വളർച്ചയെക്കാളും വികാസം എന്നുള്ള വേർഡ് ക്യാപ്റ്റ്, ആ മെന്റൽ ഡെവലപ്മെന്റ് അതിങ്ങനെ കൂടിക്കൂടി വരും. ഓക്കെ, നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? Law of natural development. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk within hours after birth. Some can squirm around and creep like puppies, but human babies can barely do anything at all. They cannot move on their own, and they are so helpless and that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move toward the ocean. A joy climbs into its mother's pouch upon being born. Why are we born like this? It is because the animals have special aptitude which help them for their development. In the human child, instinct has withdrawn to give place to something higher, to the brilliance and will of the man. Animals have merely to activate their instincts towards their specified behavior, and their psychic life is limited to this. But in man, there is this other fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of the communication with its environment and as the spiritual embryo unfolds, Montessori opined. ഓക്കെ, ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ജോയ് എന്നുള്ളത് ഒന്ന് കറക്റ്റ് ചെയ്യുക. JOEY ആണ്. ഏത് കാങ്ക്രൂന്റെ കുട്ടിയെ പറയുന്നത്, കിഡിനെ പറയുന്നത് ജോയ്, JOEY. അതില് ഹ്യൂമൻ ബേബീസിന്റെയും അതുപോലെ തന്നെ അനിമൽ ബേബീസിന്റെയും ആ ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ് അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബർത്തിൽ, ജനിച്ച ഉടനെ. പക്ഷെ അനിമൽ ബേബീസ് വിത്തിൻ അവേഴ്സ്, ഒരു ജനിച്ച ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടക്കാനും ചിലപ്പോ ഇങ്ങനെ എന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്യും, ഇങ്ങനെ വേച്ചൊക്കെ നടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എഴയും. പപ്പീസ് ഒക്കെ ഇങ്ങനെ ക്രീപ്പിയില്ലേ, എഴയും. പൂച്ചക്കുട്ടിയാണെങ്കിലും പട്ടിക്കുട്ടിയാണെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ വിരിയാനായിട്ട് 2-3 ദിവസമൊക്കെ എടുക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവര് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങും. പക്ഷെ നമ്മള് ഹ്യൂമൻസ് ആണെങ്കിൽ ഹെൽപ്ലെസ് ആണ്. ഓൺ ഹെഡ് തന്നെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവര് കിടന്ന് കരയുക എന്നല്ലാതെ വേറൊന്നും അറിയില്ല. പിന്നെ കടലാമകളുടെ കാര്യം പറയുന്നുണ്ട്. അവര് മുട്ടയിടാനായിട്ട് കരയിലേക്ക് വരും.
കടലിന്റെ ആ സീഷോർ ആ ഭാഗത്ത് വന്ന് മുട്ടയിട്ടിട്ട് ഈ അമ്മ അങ്ങ് പോവും. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ വീടാണ് കടൽ എന്നുള്ളത്. അവര് നേരെ ഇഴഞ്ഞ് നേരെ കടലിലേക്കായിരിക്കും പോകുന്നതും നീന്താൻ തുടങ്ങുന്നതും. അപ്പൊ അതെല്ലാം അവരുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ ഇൻബോൺ ആയിട്ടുള്ള അവരുടെ ആ പൊട്ടൻഷ്യൽ അപ്പോൾ തന്നെ ഡെവലപ്പ് ആവുകയാണ്. ഹ്യൂമൻ ബേബീസിലെല്ലാം പൊട്ടൻഷ്യൽ നിറയുണ്ട്, പക്ഷെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അത് ഒരുമിച്ചായി ഡെവലപ്പ് ആകാനായിട്ട് കുറെ സമയമെടുക്കും. ജനിക്കുമ്പോഴേ നമ്മൾ ആരും സംസാരിക്കാൻ തുടങ്ങുന്നില്ല, എഴുതാൻ തുടങ്ങുന്നില്ല. പിന്നെയും 3 വർഷമൊക്കെ ആകുമ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നതും വരയ്ക്കാൻ തുടങ്ങുന്നതും സംസാരിക്കാൻ തുടങ്ങുന്നത്. ഒരു 6 month ഒക്കെ കഴിയുമ്പോ ഒക്കെ ആകെ എന്തൊക്കെയൊക്കെയോ വാക്കുകൾ പറയും. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും തമ്മിലുള്ള വ്യത്യാസം. കാങ്കറുവിന്റെ കുട്ടിക്ക് അമ്മയുടെ വയറ്റിലുള്ള ആ പൗച്ച്, ആ സഞ്ചി തനിക്ക് ഇരിക്കാനുള്ളതാന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ചാടി അതിനകത്ത് കയറിയിരിക്കും ജനിച്ചോർമ്മയാണെങ്കിലും. അപ്പൊ അനിമൽസിന് അവരുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇനീഷ്യലി തന്നെ ഡെവലപ്പ് ആകുന്നുണ്ട്. ഹ്യൂമൻസിന് ആ ഒരു ഇൻബോൺ പാറ്റേൺ, ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, പക്ഷേ അതിന് ടൈം എടുത്താണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ടൈം എടുത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറിയുടെ ഒരു ഒപ്പീനിയൻ, അവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹ്യൂമൻ ബേബി അവരുടെ ആ ഒരു ഇന്റലിജൻസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ചുറ്റുപാടുമായിട്ട്, എൻവിയോൺമെന്റുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്, കണക്റ്റഡ് ആകുമ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ഹ്യൂമൻ ബേബിയുടെ മൈൻഡിനെ, അതായത് കുട്ടി പൂർണ്ണ വളർച്ചയോടുകൂടി പ്രസവിച്ചു, ശരീരം നോക്കുമ്പോ എല്ലാം, അതായത് എംബ്രിയോ ഭ്രൂണാവസ്ഥയിലായിരുന്ന ആ ഒരു ജീവന്റെ തുടുപ്പ്, പിന്നെ കൈയും കാലും എല്ലാം ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ആയി പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വന്നു. എംബ്രിയോ സ്റ്റേജിൽ നിന്ന് മാറി ഒരു ബേബി ആയിട്ട് വന്നു. പക്ഷെ അപ്പോഴും മനസ്സ് ഡെവലപ്പ് ആയിട്ടില്ല. മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്, എംബ്രിയോ സ്റ്റേറ്റിൽ തന്നെയാണെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി ആ ഒരു മൈൻഡിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. നമ്മൾ ചില ആളുകളെ കളിയാക്കി പറയില്ലേ, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും ശിശുവാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാവരുടെയും കാര്യം, മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്. അതിനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. പുറത്തു വന്നു കഴിഞ്ഞു ആള്, പക്ഷെ ശരീരം കൊണ്ട് ആള് എംബ്രിയോ സ്റ്റേറ്റിൽ നിന്ന് മാറി, പക്ഷെ മനസ്സ് ഇപ്പോഴും എംബ്രിയോ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിക്കുന്നത്. ഒരു കുട്ടി ഡെവലപ്പ് ആകണം, നാച്ചുറൽ ഡെവലപ്മെന്റ് സംഭവിക്കണം, അതായത് സെൽഫ് ബിൽഡ് ചെയ്യണം. കുട്ടി അവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം, ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ട്, അതിന് തൊട്ട് മുമ്പ് വരെയുള്ളത് ഒന്ന് വായിക്കാമോ? യെസ്. For the child to self-build himself, she concluded that the child must possess within a predetermined psych pattern which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psych pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychology will be stunted. Therefore, the child must also develop a sensitive period and an absorbent mind. Montessori described the spiritual embryo or the predetermined psych pattern as a set of laws, the laws of natural development. These are the inborn powers which make the helpless human babies into the most powerful species on the earth. നമ്മൾ പറഞ്ഞു മൈൻഡ് അപ്പോഴും വളർന്നിട്ടില്ല, സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് മോണ്ടിസോറി അതിനെ വിളിച്ചത്. മോണ്ടിസോറിക്ക് അങ്ങനെ കുറെ വാക്കുകളുണ്ട് കേട്ടോ, ഓരോന്നും കണക്ട് ചെയ്യാനായിട്ട് കുറെ ടേംസ് ഉണ്ട്.
മോണ്ടിസോറി ടേംസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 10th യൂണിറ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവർ പല പല ലാംഗ്വേജിൽ നിന്നും പല പല കോൺടെസ്റ്റിൽ നിന്നും കടമെടുത്ത വാക്കുകൾ ഇതിൽ ഈ ഒരു അവരുടെ ഒരു മോണ്ടിസോറി മെത്തേഡിൽ യൂസ് ചെയ്യാനായിട്ട് കടമെടുത്തു. അങ്ങനെയുള്ളതാണ് സ്പിരിച്വൽ എംബ്രിയോ, അഡാപ്റ്റേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ആ ലെസൺ വരുമ്പോ പറയാം. ഇപ്പൊ കുട്ടിയുടെ ഈ ഒരു സൈക്കിക് പാറ്റേൺ അത് ഡെവലപ്പ് ആയി വരണം. ആ സൈക്കിക് പാറ്റേണിയാണ് ഡോക്ടർ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സ്, മൈൻഡ് എന്ന് പറയുന്നത്. ഈ സൈക്കിക് പാറ്റേൺ, അതായത് സ്പിരിച്വൽ എംബ്രിയോ നല്ല രീതിയിൽ ഡെവലപ്പായി വരണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ഒന്ന്, കുട്ടി വളരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ്, അതായത് എൻവിയോൺമെന്റ്, വളരുന്ന ആ ഒരു സാഹചര്യം. ആ എൻവിയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകാൻ, കൊളാബറേറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റും. മനസ്സിലാക്കാനായിട്ട് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കുട്ടിയെ പിടിച്ചു വെച്ച് വീടിനകത്തുനിന്ന് പുറത്തിറക്കാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുട്ടിയുടെ ലാംഗ്വേജ് പ്രശ്നങ്ങൾ വരാം. ആ കുട്ടി ആളുകളെ കാണുമ്പോൾ സോഷ്യലൈസ് ചെയ്യാനായിട്ട് മടിക്കും, വാശി കൂടുതലായിരിക്കാം, ഇമോഷൻസിനെ മാനേജ്. അപ്പൊ കുട്ടിയുടെ പല ഡെവലപ്മെന്റും ഇങ്ങനെ സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആയില്ലെങ്കിൽ പല ഡെവലപ്മെന്റും താന്നു പോകും. രണ്ടാമതുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം. കുട്ടിക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കും. കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2 കണ്ടീഷൻസും ആബ്സെന്റ് ആണെങ്കിൽ കുട്ടിയുടെ സൈക്കിക് ലൈഫ് അത് നല്ലൊരു പൊട്ടൻഷ്യലിലെത്തി അതിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യില്ല. അത് സ്റ്റണ്ടഡ് ആയി പോകും, അത് തടസ്സപ്പെട്ടു പോകും, അതങ്ങ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് കുട്ടി ഡെവലപ്പ് ആകണമെങ്കിൽ ഈ 2 കണ്ടീഷൻ വേണം. അത് കൂടാതെ അവന്റെ ഉള്ളില് 2 ടൂൾസ് ഉണ്ട്. അതായത് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. കുട്ടിയുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡാണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങ് വലിച്ചെടുക്കും. ഒരു സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന പോലെ ഈ മൈൻഡ് എല്ലാ കാര്യങ്ങളും അങ്ങ് വീഴും. അതുകൊണ്ടാണ് അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ സെൻസിറ്റീവ് ആണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് കുട്ടി കണക്റ്റഡ് ആകുന്നു, സെൻസിറ്റീവ് ആകുന്നു, സെൻസസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ഡെവലപ്മെന്റിലേക്ക് കുട്ടിയെ എത്തിക്കാൻ സഹായിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ടൂൾസ്. മോണ്ടിസോറി ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രീ ഡിറ്റർമൈൻ സൈക്കിക് പാറ്റേൺ ഡെവലപ്പ് ആയി വരുന്നത് സെറ്റ് ഓഫ് ലോസിനെ ആയിട്ട് റിലേറ്റഡ് ആക്കി പറയുന്നുണ്ട്. ആ സെറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നതാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് അതിപ്പോ എല്ലാ കുട്ടികളിലും ഒരേപോലെ ആവണമെന്നില്ല. യുണീക്കാണ് കുട്ടികൾ. അത് അവരുടെ കേപ്പബിലിറ്റീസും ബിഹേവിയറും അനുസരിച്ച് ഇവരുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കണക്ട് ചെയ്ത് പോകും. ഇനി അങ്ങനെ ആയി നമ്മൾ പറയുന്നത് ഹ്യൂമൻ ആണ് മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറുന്നത്. വൺസ് ഈ ഡെവലപ്മെന്റ് പ്രോസസ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബേബീസ് ആയിരിക്കും അനിമൽ ബേബീസിനെ മറ്റുള്ളവരെക്കാളും എല്ലാം മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറുന്നത് ലോകത്തിൽ. നിങ്ങൾക്ക് അവിടെ ഒരു ഫ്ലോ ഡയഗ്രാം കാണാം. അതില് സ്പിരിച്വൽ എംബ്രിയോ ഇത് ഡെവലപ്പ് ആകണം. അപ്പൊ ആ പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺ അതിന്റെ ഡെവലപ്മെന്റിന് സെറ്റ് ഓഫ് ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലോ ആയിട്ട് ഇത് സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും കുട്ടികളുടെ ഒന്നും കൂടി. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെറു പ്രായത്തിൽ ആള് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, സെൻസിറ്റീവ് അബ്സോർബൻ മൈൻഡ് ചെറുപ്രായത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കും അല്ലെ. അമ്പിളിമാവനെ പിടിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരി അതിപ്പോ കിട്ടും ആ ഒരു രീതിയിൽ കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കും. ഇനി അവരത് അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് കുറച്ച് പ്രായം കഴിയുമ്പോഴാണ്. എന്താണ് ശരി, ഫാക്ടിനെ ബേസ് ചെയ്ത ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ആ സമയത്ത് ഒരു 3 വയസ്സ് വരെ ഇവരുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡ് ആയിരിക്കും. എല്ലാം ഒരു അങ്ങനെ അബ്സോർബ് ചെയ്യും. 3 വയസ്സ് കഴിയുമ്പോഴാണ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, എന്താണ് ശരിക്കും നടക്കാൻ പറ്റുന്നത്, എന്താണ് നടക്കില്ലാത്തത്. അങ്ങനെ അമ്പിളിമാവനെ
പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ കുറെ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. അപ്പോഴും ഇവരുടെ മൈൻഡ് അബ്സോർബൻ തന്നെയാണ്, പക്ഷെ ചില സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൺവേർട്ട് ആവും. അതൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ അബ്സോർബൻ മൈൻഡാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച്. ചുറ്റും കാണുന്നതും കേൾക്കുന്നതും അവരവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നത്. ചെറിയ കുട്ടികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയ കുട്ടികളെന്ന് ഉദ്ദേശിച്ച് ജനിച്ച് കുറച്ച് നാള് കഴിയുമ്പോൾ അമ്മയുടെ ശബ്ദം, അമ്മയുടെ മണം ആണ് ഇവർ തിരിച്ചറിയുന്നത്. അവരവരുടെ സെൻസ് അല്ല യൂസ് ചെയ്യുന്നത്. സോ അവരുടെ പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. പിന്നെ ചില കാഴ്ചകൾ, ഈ തൊട്ടിന്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ കെട്ടിക്കുമല്ലോ, അതിങ്ങനെ മൂവ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും. മൂവ്മെന്റ് ആണ് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടർ. മൂവ് ചെയ്യുന്നത് ഇവർ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവര് നോക്കും. പിന്നെ ഇവർ തൊട്ട് നോക്കും, കടിച്ചു നോക്കും, മന്തി നോക്കും, പിച്ചു നോക്കും. അങ്ങനെയൊക്കെ ഓരോന്ന് ടച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കും അല്ലെ. അതുകൊണ്ട് അവരുടെ പീരീഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. അവർ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകും. അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ തന്നെ ഈ 3rd, 4th, 7, 10 ഈ യൂണിറ്റ്സ് വായിച്ചാൽ പിടികിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം അവര് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയ സാധനം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഞാൻ കുറെ കൂടെ ഒന്ന് സിംപ്ലിഫൈ ആക്കാൻ ശ്രമിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിന്റെ ഒരു കൺസെപ്റ്റേ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചാൽ നമുക്ക് പിടികിട്ടില്ല. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻസസ് യൂസ് ചെയ്ത് അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡുമാണ്. ആ സമയത്ത് അവരുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡാണ്. അവരെല്ലാം അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. കിട്ടുന്നതെല്ലാം അങ്ങ് മെഴുകും. കാണുന്നത്, കേൾക്കുന്നത്. അവര് ഇപ്പൊ ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആനയുടെ പിക്ചർ അവരങ്ങനെ ഈ ഉള്ളില് സേവ് ചെയ്ത് വെക്കും. പിന്നെ അവര് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ രീതിയിൽ ആനയെ വരയ്ക്കാൻ ശ്രമിക്കും. ഒരു വണ്ടി കാണുമ്പോൾ ചില കുട്ടികൾക്ക് വണ്ടികളോടായിരിക്കും താല്പര്യം. ആ കണ്ട വണ്ടി അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് വെക്കും. ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അഭിപ്രായപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്. വേർഡ് ബൈ അല്ല, സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് നമുക്ക് മീനിങ് പറഞ്ഞ് പോയി പഠിപ്പിക്കേണ്ടതല്ല കോഴ്സ്. നമ്മളതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ എഴുതിയ സാധനം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉള്ള കുറെ പ്രശ്നങ്ങളാണ്. ചില വാക്കുകൾ കണക്ഷൻ ഇല്ലാതെ തോന്നുന്നത്. പിഞ്ച് എന്ന് പറഞ്ഞാൽ അവർ അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ്. സ്പിരിച്വൽ എംബ്രിയോയുടെ കാര്യമാണ് അവരവിടെ പറയുന്നത് മോണ്ടിസോറി. അതായത് മനുഷ്യന്റെ മനസ്സ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ്. അതിങ്ങനെ ഓപ്പൺ ആയിട്ടില്ല, അത് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അതാണ് ഡോക്ടർ മോണ്ടിസോറി ഒപ്പീൻറ്റ് അഭിപ്രായപ്പെട്ടു. അവരവരുടെ ഒപ്പീനിയൻ പ്രകടിപ്പിച്ചു. അതാണ് ഒപ്പീൻറ്റ് എന്നുള്ള വാക്കിന്റെ മീനിങ്. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് പല ലോസിലൂടെ കടന്നു പോകും. പല സ്റ്റേജസ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പല സ്റ്റേജസിലൂടെ കടന്നു പോകും. അത് ഓരോന്ന് ഇനി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടുന്ന നെസസറി കണ്ടീഷൻസ് ആണ് കുട്ടി വളരുന്ന എൻവിയോൺമെന്റ്, സാഹചര്യം, അതുപോലെ തന്നെ കുട്ടിക്ക് കിട്ടുന്ന ഫ്രീഡം. ഇനി അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് കുട്ടിക്ക് ആ നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കാനായിട്ട് കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ടൂൾസ്, ഇന്റേണൽ എയ്ഡ്സ് ആണ് കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അങ്ങനെയാണ് ആ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇനി അതിലെ ഫസ്റ്റ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ലോ, അത് ലോ ഓഫ് വർക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ ഈ ചെറുപ്രായത്തിൽ. കുറേ ഏജ് വരെയും അവർക്ക് കളികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കളികളിലൂടെ പഠിപ്പിക്കുക, ആ ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കണം, കഷ്ടപ്പെട്ടല്ല കുട്ടികൾ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് അതൊരു പ്ലേ ആണ്. പക്ഷെ നമ്മൾ കുട്ടിയെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, ആക്ടിവിറ്റി ചെയ്യിക്കുക. ആ ത്രൂ ദാറ്റ് പ്ലേ, അതായത് വർക്ക് ടു പ്ലേ, ആ പ്ലേയിലൂടെയാണ് കുട്ടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുവാണ്. അവൻ അറിയാതെ തന്നെ പഠിക്കുക. അവന്റെ ധാരണ ഞാൻ കളിക്കുവാണല്ലോ എന്ന്, പക്ഷെ അവനവിടെ പഠിക്കുവാണ്. ആ രീതിയിലാണ് ഡോക്ടർ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലോ ഓഫ് വർക്ക് ആരെങ്കിലും റീഡ് ചെയ്തു? യെസ്. Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find
serenity, and joy in work. According to Maria Montessori, children at Casa de Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children became normal. ആ ചെറിയ പാരഗ്രാഫോട് വായിച്ചോളൂ. Among the revelation the child has brought us, there is one of fundamental importance, the phenomenon of normalization through work. It is certain, but the child's aptitude for work represents a vital instinct, for without work, his personality cannot organize itself and deviates from the normal lines of its construction. Man built himself through working. The work of a child is different from that of a grown-up. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ. ബാക്കി വായിക്കണം മിസ്. വേണ്ട വേണ്ട, അത് ഗ്രോണപ്പും കുട്ടികളും ഒരു കാര്യം സെയിം ആക്ടിവിറ്റി ഒരു അഡൾട്ട് ചെയ്യുമ്പോഴും ഒരു കുട്ടി ചെയ്യുമ്പോഴും ഡിഫറൻസിന്റെ കമ്പാരിസൺ നമുക്ക് പിന്നെ വരാം. ലോ ഓഫ് വർക്ക്. അപ്പോ ഡോക്ടർ മോണ്ടിസോറിക്ക് അറിയാം കുട്ടികൾ എപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടും. അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി, അവരെ സംബന്ധിച്ച് അത് കളിയാണെന്ന് തോന്നണം, പക്ഷെ അവർ വർക്ക് ചെയ്യുവാണ്. അതായത് അവരുടെ പല ഡെവലപ്മെന്റും ആക്റ്റീവ് ആകണം. അതാണ് വർക്ക് ടു പ്ലേ എന്ന് പറയുന്നത്. കളിയിലൂടെ അവരുടെ ബുദ്ധി ഷാർപ്പാകണം, അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം, അവരുടെ മസിൽസ്, ചെറിയ ചെറിയ മസിൽസ് വിരലുകളിലുണ്ടല്ലോ, അപ്പൊ ആ വിരലുകളിലെ ചെറിയ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകണം, സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെ പല പല കാര്യങ്ങളും കുട്ടികളുടെ ബോഡി കോർഡിനേഷൻ, അവർക്ക് സെൽഫ് കൺട്രോള്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു കുട്ടിയിൽ ഡെവലപ്പായി വരുന്നത്. പിന്നെ ഇവിടെ ഈ ലോ ഓഫ് വർക്ക് എന്ന് വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുത്ത് കുട്ടിക്ക് കൊടുത്തിട്ട് നീ ഇത് ചെയ്യൂന്നല്ല, അത് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത. അവിടെ കുട്ടിക്ക് ചൂസ് ചെയ്യാം ഏത് ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത്. അവന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻട്രസ്റ്റോട് കൂടി അവൻ പോയി ഒരു മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് അവൻ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ അത് ഇഷ്ടത്തോടെ ചെയ്യും, അടങ്ങിയിരുന്ന് ചെയ്യും. അല്ലെ, ഞാൻ മോള് കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്കായിരുന്നു, അപ്പൊ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടി ഉള്ളപ്പോ നമുക്ക് കുട്ടിയെ ശ്രദ്ധിക്കണം, ചെറുതാണല്ലോ. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബേസിനില് കുട്ടിയെ ഇരുത്തും, 2 പാത്രവും 1 സ്പൂണും കൊടുക്കും. എന്നിട്ട് അന്ന് ഈ മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടൊന്നുമല്ല, നല്ല തിളപ്പിച്ചറിയ വെള്ളവും കൊടുക്കും. 2 കുറെ കുടിക്കുമായിരിക്കും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ ചെയ്ത് കളിക്കുമായിരുന്നു. അവളുടെ വിരലുകളുടെ ആ ഒരു നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്പൂണിങ്. സ്പൂണ് കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റേലേക്ക് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ വിരലുകളാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിരലുകളില് ആ ഒരു സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് അവിടെ നടക്കും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സ്പൂണിങ്. പിന്നെ അതുപോലെ തന്നെ പോറിങ്. ഒരു ബാഗിൽ നിന്നും കുറെ കടല, നമ്മൾ കടല ഇട്ട് വെക്കുന്ന കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, അതിലേക്ക് പോർ ചെയ്യുക. അതൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ചെയ്യിക്കുമ്പോൾ ഒരു ട്രേ വെച്ച് കൊടുക്കുക. അഥവാ കുട്ടി ഇങ്ങനെ പോർ ചെയ്യുന്ന സമയത്ത് 1 2 കടല തെറിച്ച് വീണാൽ അത് ട്രേയിൽ വീണോളൂ. അവരെ കൊണ്ട് തന്നെ ആ ഒരു കടല കൗണ്ട് ചെയ്യിച്ചിട്ട് തിരിച്ച് കണ്ടെയ്നറിലേക്ക് ഇടിക്കുക. അപ്പൊ അവരവിടെ കൗണ്ട് ചെയ്യും, അവരുടെ വിരലുകൾ വെച്ചിട്ട് അവർ ആ കടല ഇങ്ങനെ പിക്ക് ചെയ്യും. അവിടെയൊക്കെ ഡെവലപ്മെന്റ് നടക്കുക. പക്ഷെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി, കുട്ടിക്ക് ഒരു കളിയായിട്ട് തോന്നും, പക്ഷെ കുട്ടിയുടെ പല ഏരിയാസും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മോണ്ടിസോറി അതിനനുസരിച്ചാണ് ഈ ഒരു കാസാ ഡി ബാംബിനി എന്നുള്ള അവരുടെ ആ ഒരു മോണ്ടിസോറി സ്കൂളിലെ പല ആക്ടിവിറ്റീസും ഡിസൈൻ ചെയ്തത്. കാരണം കുട്ടികൾ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ട രീതിയിലുള്ള വർക്കാണ് അവിടെ കുട്ടികൾ ചെയ്യുന്നത്.
അങ്ങനെ ഒരു ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വരുന്ന കുട്ടികളൊക്കെ അടങ്ങിയിരുന്ന് ഈ ആക്ടിവിറ്റി ചെയ്യണം എന്നില്ല അല്ലെ. ചിലപ്പോ കൈ കിട്ടുന്നിടത്ത് വലിച്ചെറിയുന്ന കുട്ടികളുണ്ടാകാം, അഗ്രസീവ്നെസ് കാണിക്കുന്ന കുട്ടികളുണ്ടാകാം, അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന കുട്ടികള്, പിടിച്ച് തള്ളുക, കടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അല്ലാണ്ട് വരുന്ന കുട്ടികളെല്ലാരും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ ആ ഒരു നേച്ചറിൽ വരുന്ന കുട്ടികളെ പതുക്കെ പതുക്കെ കണക്റ്റഡ് ആക്കുവാണ് ഈ ഒരു മോണ്ടസോറി എൻവയോൺമെന്റിലേക്ക്. ആണ് ആ കൊളാബറേഷൻ പറയുന്നത്. അവരെ കണക്റ്റഡ് ആക്കുവാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ പല മെത്തേഡ്സും യൂസ് ചെയ്യാം. അവരുടെ രീതിക്ക് പല മെത്തേഡും യൂസ് ചെയ്ത് അവരെ കണക്ട് ചെയ്യുന്നു ആ ഒരു എൻവയോൺമെന്റായിട്ട്. പിന്നെ അവരുടെ മുന്നിലേക്ക് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ചിലപ്പോ ഇത് മാസങ്ങൾ എടുക്കുമായിരിക്കും ഈ ഒരു പ്രോസസ്സിന്. പെട്ടെന്നൊന്നും നടക്കൊന്നുമില്ല. അതിനുള്ള ക്ഷമ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണം. അങ്ങനെ മാസങ്ങൾ എടുത്തോ ദിവസങ്ങൾ എടുത്തോ ആ ഒരു കുട്ടിയെ നമ്മൾ നോർമലൈസ്ഡിലേക്ക് മാറ്റുവാണ്. ആ കുട്ടി പിന്നെ പീസ്ഫുൾ ആയിട്ട് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവരുടെ സ്ലോലി അവരിലുണ്ടായിരുന്ന ആ നെഗറ്റീവ് ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലോ, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അതെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കുട്ടി ചെയ്യുന്നെങ്കിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും അല്ലെ. ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല, നല്ലൊരു കോൺസെൻട്രേഷൻ ആയിരിക്കും കുട്ടിക്ക്. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. ആ ഒരു കുട്ടിയുടെ നോർമലൈസേഷനിലേക്ക് ഒരു കുട്ടി പോകുന്നു. ഡീവിയേറ്റഡ് ആയി വന്ന കുട്ടികള് നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോകുന്നു എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അത് നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോയത് ത്രൂ വർക്കാണ്. ആ ആക്ടിവിറ്റിയിലൂടെയാണ് ആ കുട്ടി നോർമലൈസ്ഡ് ആയത്. ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ഓക്കെ, ഇപ്പൊ നോർമലൈസേഷൻ ത്രൂ വർക്കിലൂടെ വന്നു. പലപ്പോഴും കുട്ടിയുടെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഈ വർക്ക് ചെയ്യാനുള്ളത് നമുക്ക് കാണാം, ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മള് വീട്ടില് ദിവസവും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ നമ്മൾ ദിവസവും ആക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തു, ഓഫീസ് വർക്ക് ഒന്നും ചെയ്തില്ല, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു സുഖം തോന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീടിനടുത്ത് ഒരു മാരേജ് നമ്മുടെ വീടിനോട് ചേർന്നാണ്. അവര് പറയുകയാണ്, വീട്ടിലൊന്നും വെക്കേണ്ട, തലേ ദിവസവും കല്യാണത്തിന്റെ അന്നും പിറ്റേ ദിവസവും ഒക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയാം. അടുക്കള ലോക്ക് ചെയ്തു, തലേ ദിവസം അവിടെ തന്നെ, പിറ്റേ ദിവസം അവിടുത്തെ ഭക്ഷണം, അതിന്റെ അടുത്ത ദിവസവും ഭക്ഷണം. നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും അല്ലെ. കാരണം നമ്മൾ ഓടി നടന്ന് കുറെ പണി ചെയ്തതൊക്കെ അങ്ങ് നിന്നുപോയി, നമുക്കൊരു സുഖം തോന്നില്ല. അപ്പം ഒരു മനുഷ്യൻ അവൻ വർക്ക് ചെയ്യുമ്പോഴാണ് സെൽഫ് ബിൽഡ് ആകുന്നത്. അതാണ് പറയുന്നത്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. പോയി ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ വന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നു, വീണ്ടും പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ആദ്യം നമ്മൾ ദിവസവും ചെയ്യുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥതയാണ്, നമുക്കൊരു മന്ദതയോ എന്തൊക്കെയോ പോലെ തോന്നും. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടേയിരിക്കണം. അതാണ് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു, കാരണം എക്സാമിന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ്, നമുക്കറിയാം കുട്ടികൾ ചെയ്യുന്നതും ഒരു അഡൾട്ട് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു കുട്ടിയോട് പറയാണ്, നീ പോയിട്ടൊരു ഗ്ലാസ്സില് വെള്ളം നിറച്ച് എനിക്ക് കൊണ്ടുത്താന്ന് പറയുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമോ, എന്നെ അമ്മ ഏൽപ്പിച്ചല്ലോ ആ പടി എന്ന് പറഞ്ഞ ഓടി സന്തോഷത്തോടു കൂടി അത് ചെയ്യും. പക്ഷെ ഒരു അഡൾട്ടിനോട് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ആ ഒരു പ്രോസസ്സ് അവർ എൻജോയ് ചെയ്യുന്നേ ഇല്ല. അവരുടെ ഫൈനൽ ലക്ഷ്യമാണ് ഗ്ലാസ്സിലെ വെള്ളം, കുടിക്കാൻ ആ വെള്ളം വേണം. അല്ലാണ്ട് ജഗ്ഗിന് വെള്ളം ഒഴിക്കുന്നതൊന്നും അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണാറില്ല. അപ്പൊ അതാണ് വർക്ക് ഓഫ് ചൈൽഡ് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഗ്രോൺ അപ്പ്. ആ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ബുദ്ധിമുട്ടാണെങ്കിൽ റീഡ് ചെയ്യണ്ട, കാരണം അതിന്റെ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളത് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പം
അഡൽട്ടിന്റെ വർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റീഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഈ ജഗ്ഗില് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, പുറത്ത് ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മടക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഷെൽഫിൽ വെക്കൂ. ഈ കുട്ടിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ കത്തി എടുത്തോണ്ട് വരും, അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സ് നീ ഒന്ന് കട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഒരു സ്വർഗം കിട്ടിയ പോലെയാ. പക്ഷെ ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് അയാൾക്ക് ആ എൻഡ് റിസൾട്ടേ ഉള്ളൂ. കുട്ടി പക്ഷെ ആ പ്രോസസ് കംപ്ലീറ്റ് എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതും എല്ലാം അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ലോ വരുന്നുണ്ട്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് നമുക്ക് അങ്ങനെ വായിച്ചാൽ മനസ്സിലാകാൻ നിങ്ങൾക്ക് ഇത്തിരി പാടായിരിക്കും. ഞാൻ പറഞ്ഞതിന് ശേഷം വായിക്കുമ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടുമായിരിക്കും. ഇതൊന്ന് വായിച്ചിട്ട് വരും. ഇതുവരെ ഞാൻ പറഞ്ഞത് പിന്നെ ന്യൂ വേർഡ്സ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് പിടികിട്ടാത്ത ചില വേർഡ്സ്. എനിക്ക് കുറെ ന്യൂ വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിരുന്നു. കാരണം ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ കൂടി തോന്നിയിരുന്നു. പക്ഷെ അതൊക്കെ ന്യൂ വേർഡ്സ്. അത് ഡോക്ടർ മോണ്ടിസോറിയുടെ അവർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, പുതിയ വാക്കുകൾ കടമെടുക്കുക എന്നുള്ളത് പല കോൺടെസ്റ്റിൽ. അതിന്റെയൊക്കെ കുറച്ച് റിഫ്ലക്ഷൻസ് ആണ് ഈ ഒരു കണ്ടന്റിലൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much, ma'am.